ഹലോ ഗൈസ്, നമ്മളിപ്പം ചെറുവപ്പുഴ കൺവെൻഷന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കൺവെൻഷൻ വീഡിയോസ് നമുക്ക് കാണാം. നല്ല രസമാണ് ഇവിടെ കാണാൻ നമുക്ക്. പിന്നെ സന്തോഷ വാർത്ത നമുക്കറിയാമല്ലോ, നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റേഷനായി. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇറങ്ങി വരുന്ന വഴിയാണ് കണ്ടോ. ഇത് മണപ്പുറത്താണ്, അയിരൂർ ചെറുകോൽപ്പുഴ മണപ്പുറത്താണ് ഹിന്ദുമത സമ്മേളനം നടക്കുന്നത്. ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്നത് എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാണ്, തീരാറായി. ഈ ഞായറാഴ്ച വരെ ഉള്ളൂ. ചെടികൾ സൈഡിൽ നിന്നുണ്ട്, അങ്ങനെ റോഡിൽ നിന്നും വരാനുണ്ട്. പാലം ഇട്ടേക്കാം, പാലത്തേക്കടെ കയറി ഇപ്പുറത്ത് വരാം. കണ്ട പാലത്തേക്കടെ കയറി വരാം. പമ്പാ നദിയാണ് കണ്ടോ, പമ്പാ നദിക്ക് കുറുകയാണ് പാലം ഇട്ടേക്കുന്നത്. സൈഡിലെല്ലാം കടകളാണ് കണ്ടോ. എന്താ സൂര്യനോ? ഇത് കണ്ടോ, സൂര്യനെ കണ്ടോ, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ കണ്ടോ. നല്ലൊരു സീനറിയാണ് കണ്ടോ. എന്ത് രസമല്ലേ കാണാനേ. പുത്താമ്പള്ളി കൈത്തറി, കരിക്ക് ഷെയ്ക്ക്. ഭയങ്കര കച്ചവടം ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ ഇത് മാരാമൻ കൺവെൻഷന് മുമ്പായിരുന്നേ. ഈ വർഷം തൊട്ടത് മാരാമൻ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നു, ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. മാരാമൻ കൺവെൻഷൻ കഴിഞ്ഞായിരുന്നു, പിന്നീട് അതിടയ്ക്ക് കുറച്ചു കാലം മാരാമൻ കൺവെൻഷൻ മുമ്പാക്കിയത്. നല്ല രസമല്ലേ. ഇവിടെ ബെഡ്ഷീറ്റ് കണ്ടോ. തിരുവനന്തപുരയുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. കൊടുക്കാനൊന്നും ഒത്തിരി ഉണ്ട്. നമ്മൾ മെയിനായിട്ടുള്ളതൊക്കെ എടുക്കുന്നുള്ളേ. ഒത്തിരി എടുക്കാൻ കാരണം ഒത്തിരി ടൈം നമ്മൾ ഇടാനൊക്കെ വീഡിയോ ഇടാനൊക്കെ ഇല്ലാത്തതാണ് കുറയ്ക്കുന്നത്. മെയിനായിട്ടുള്ളതൊക്കെ ഇടാം. വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക, സാധനങ്ങൾ വാങ്ങാം. രസം പൂക്കൾ, പ്ലാസ്റ്റിക് പൂക്കളൊക്കെ കണ്ടോ. സാമ്പ്രാണിത്തിരിയൊക്കെ ഉണ്ട്. ലൈറ്റ് ഇട്ടേക്ക്, ലൈറ്റിൻ്റെ വെട്ടത്തില്ല ഈ മാലയുടെ ഇത് കണ്ട രസമുണ്ടല്ലേ. ലേഡീസ് എല്ലാം മാല നോക്കുവാണേ. വരെയായി. നമ്മളിനി ആ
സ്വാഗതം ഹിന്ദു പരിഷത്ത് അതിൻ്റെ ഹാളിലേക്ക് എത്തി നമ്മൾ. രണ്ടാം ഫ്രണ്ടിലോട്ട് കയറുന്നതാണ്. ഇവിടെയാണ് പ്രോഗ്രാംസൊക്കെ നടക്കുന്നത്. ഇവിടെ ഹാളാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം കണ്ട. ഭജന ഏതാണ്ട് നടക്കാൻ പോവുകയാണ് അവിടെ. എല്ലാത്തിൻ്റെ ബുക്ക് സ്റ്റാളും ഉണ്ട്. സത്യസായി സായി സേവാ സംഘടന, ഗ്രന്ഥവിതരണം, കുരുക്ഷേത്ര ബുക്ക് സ്റ്റാളും, മാതാപിതാന്തോയി വായിക്കുക, അതിൻ്റെ ബുക്ക് സ്റ്റാളുകളെല്ലാം ഉണ്ട് ഇവിടെ. പരിഷത്ത് കാര്യാലയം, പമ്പാതീർത്ഥം. നമ്മളിനി ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് കിടക്കുകയാണ്, ഇങ്ങേ സൈഡിൽ കൂടെ കിടക്കുകയാണ്. ഒത്തിരി കടകളുണ്ട്. നമ്മൾ ഒത്തിരി അവോയ്ഡ് ചെയ്താൽ പോകുന്നത്. കാരണം എല്ലാം ഒരേപോലെയുള്ള കടകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അവോയ്ഡ് ചെയ്തേക്കുന്നത്. ഇത് മിക്സർ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ. ഇനി അങ്ങോട്ട് തിരക്ക് കൂടി വരിക. സന്ധ്യ ആകുമ്പോഴത്തേനും ഇവിടെ തിരക്ക് കൂടുക. ഡിഫൻസിൻ്റെ ലക്കി ഡ്രോ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ഞായറാഴ്ച. വിദ്യാരാജ ഇന്റർനാഷണൽ ബുക്ക് സ്റ്റാൾ. പച്ചക്കറി എല്ലാം ഉണ്ട് ഇവിടെ. ചെറുതാടൻ മഹാമേള, വാച്ചുകൾ, തെറാപ്പി സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വിഗ്രഹങ്ങളല്ല. വില പേശുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ആ വിഗ്രഹത്തിനൊക്കെ നമുക്ക് വില പേശണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമോ? അവർ ഇപ്പം അവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയ വിഗ്രഹമില്ല, കൃഷ്ണൻ്റെ വിഗ്രഹം. ആ വിഗ്രഹത്തിന് 1450 രൂപ പറഞ്ഞേക്കുന്നത്. നമ്മൾ വില പേശുകയാണെന്നുണ്ടെങ്കിൽ അത് പകുതി താഴെ വിലയ്ക്ക് നമുക്ക് കിട്ടും. അത് നമ്മൾ കർശനമായിട്ട് നമ്മൾ അവരോട് വില പേശിയാൽ മതി. അത് നമ്മളെടുക്കുന്നില്ല, വേണ്ട, ഈ റേറ്റിനാണ് നമുക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അത് വില പേശി മേടിക്കണം, നല്ലപോലെ വില പേശി മേടിക്കണം. അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ. സന്ധ്യ ആയി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടപ്പം രസം കണ്ടായിരുന്നു.